നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ സ്പേസിൽ വളരെ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള, നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കാർഡാനോ ലോഞ്ചസ് ന്യൂ പ്രൊജക്ട് ടു ബൂസ്റ്റ് തേർഡ് പാർട്ടി സ്മാർട്ട് കോൺട്രാക്ട് ഡെവലപ്മെന്റ്. കാർഡാനോ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നാളുകളായിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. എന്തുകൊണ്ടാണത് അതിന്റെ പ്രൈസ് മുകളിലേക്ക് പോകാത്തത് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് കാർഡാനോ എന്ന് പറയുന്നത്. വളരെ വലിയ രീതിയിലുള്ള അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ആ ഒരു പ്രൊജക്റ്റിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള ഒരു പ്രൈസ് മൂവ്മെന്റ് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോൾ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് എമർഗോ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കമ്പനിയുമായി ചേർന്നുകൊണ്ട് തേർഡ് പാർട്ടി സ്മാർട്ട് കോൺട്രാക്റ്റുകളുടെ ഡെവലപ്മെന്റിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ പ്രൊജക്ട് കാർഡാനോ ഫൗണ്ടേഷൻ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ ഒരു പ്രൊജക്ട് സംഭവിക്കുക. MVP1 ആൻഡ് MVP2. MVP1ൽ 5 ബൈനറീസ് എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കമ്പനി ആയിരിക്കും ഇതിനാവശ്യമായിട്ടുള്ള മോഡുലാർ ടൂൾ സ്റ്റാക്കുകളെല്ലാം ബിൽഡ് ചെയ്യുന്നത്. MVP2ൽ കാർഡാനോ എക്കോസിസ്റ്റത്തിലുള്ള മറ്റ് പ്രൊജക്റ്റുകളിൽ നിന്നും അതുപോലെ തന്നെ കൊളാബറേറ്റേഴ്സിൽ നിന്നുമെല്ലാം കോൺട്രിബ്യൂഷൻ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ആ രണ്ടാം ഘട്ടം അവർ പൂർത്തിയാക്കുന്നത്. തീർച്ചയായിട്ടും കാർഡാനോ എക്കോസിസ്റ്റം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇനി അങ്ങോട്ടുള്ള വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ കാർഡാനോയിൽ വളരെ നല്ല രീതിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാർഡാനോയിൽ ഒരു ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മെറ്റാവേഴ്സ് പ്രൊജക്റ്റുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. മൈക്രോസോഫ്റ്റ് ബെറ്റ്സ് ഓൺ മെറ്റാവേഴ്സ് വിത്ത് $69 ബില്യൺ അക്വിസിഷൻ ഓഫ് ആക്ടിവിഷൻ ബ്ലിസാർഡ്. $69 ബില്യൺ ഗെയിം പബ്ലിഷേഴ്സ് ആയിട്ടുള്ള ആക്ടിവിഷൻ ബ്ലിസാർഡിനെ മൈക്രോസോഫ്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു മെറ്റാവേഴ്സ് എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം നമ്മളെ കാത്തിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. പല വലിയ കമ്പനികളും ഇപ്പോഴേ തന്നെ മെറ്റാവേഴ്സിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു കാലം മുന്നിൽ കണ്ടുകൊണ്ട് ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ട് പല വലിയ കമ്പനികളും മെറ്റാവേഴ്സിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതിന് ഒരു എക്സാമ്പിൾ തന്നെയാണ് മൈക്രോസോഫ്റ്റിൻ്റെ ആക്ടിവിഷൻ ബ്ലിസാർഡിൻ്റെ ആ ഒരു $69 ബില്യൺ ആ ഒരു സംഭവം എന്ന് പറയുന്നത്. മെറ്റാവേഴ്സ് പ്രോജക്റ്റുകളിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ല ഒരു ഡിസിഷൻ ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം വളരെ വലിയ കമ്പനികളെല്ലാം ഇതുപോലുള്ള മൈക്രോസോഫ്റ്റ് പോലുള്ള വലിയ കമ്പനികളെല്ലാം മെറ്റാവേഴ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് മെറ്റാവേഴ്സ് പ്രൊജക്റ്റുകളിൽ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഫേസ്ബുക്കിൻ്റെ മെറ്റ അനൗൺസ്മെൻറ്റിന് ശേഷം തന്നെ സാൻഡ്ബോക്സ്, ആക്സി ഇൻഫിനിറ്റി, ഡീസെൻട്രലൈസ്ഡ് മന പോലുള്ള കോയിനുകളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഈ രീതിയിൽ പല വലിയ കമ്പനികളും മെറ്റാവേഴ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും തോറും അത് ഗ്രോ ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ അധികമാണ്. സോ ഇപ്പോൾ ഉള്ള ഓപ്പർച്യൂണിറ്റി ഒട്ടും തന്നെ മിസ് ചെയ്യാതിരിക്കുക. പിന്നെയുള്ളത് എത്തേറിയം 2.0 കോൺട്രാക്ട് സർപ്പാസസ് 9 മില്യൺ എത്തേറിയം വർത്ത് $28 ബില്യൺ. എത്തേറിയം 2.0 കോൺട്രാക്റ്റിനകത്തുള്ള ഈത്തറിൻ്റെ എണ്ണം 9 മില്യൺ കടന്നിരിക്കുകയാണ്. $28 ബില്യൺ ആണ് ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 2021 സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ 7.4 മില്യൺ എത്തർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 22.29% ഇൻക്രീസ് ആണ് വളരെ ചെറിയൊരു കാലയളവിൽ ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എത്തേറിയം എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിക്ക് വരും ദിവസങ്ങളിൽ വളരെ വലിയ ഒരു ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിലുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലുള്ള എല്ലാ ന്യൂസ് ആർട്ടിക്കിളുടെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളത് ചെക്ക് ചെയ്യണം. ബിറ്റ്കോയിൻ മൈനിങ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിനൊരുപാട് കറണ്ട് വേണം, ഒരുപാട് എനർജി അതിന് ആവശ്യമായിട്ടുണ്ട്. പല ന്യൂസുകളും ഈ ഒരു എനർജി ഒരുപാട് ആവശ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും ബിറ്റ്കോയിൻ മൈനിങ് എല്ലാം അവർ നിർത്തിവെക്കുകയുണ്ട്. അങ്ങനെ ഒരുപാട് ന്യൂസുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്റൽ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് കമ്പ്യൂട്ടർ പ്രൊസസർ മാനുഫാക്ചേഴ്സ് അവരൊരു ബിറ്റ്കോയിൻ മൈനിങ് പരിപാടിയുമായിട്ട് വന്നിരിക്കുകയാണ്. ബൊണാൻസ മൈൻ എന്ന് പറയുന്ന അൾട്രാ ലോ വോൾട്ടേജ് എനർജി എഫിഷ്യന്റ് ബിറ്റ്കോയിൻ മൈനിങ് ASIS അവർ റിവീൽ ചെയ്യാൻ പോവാണ്. വരുന്ന 2022 ഫെബ്രുവരിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ സോളിഡ് സ്റ്റേറ്റ് സർക്യൂട്ട് കോൺഫറൻസിലാണ് ഇവർ ഈ ഒരു പ്ലാൻ അവർ പബ്ലിഷ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്രിപ്റ്റോ സ്പേസിലേക്ക് ഇത്രയും വലിയ കമ്പനികൾ വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. വളരെയധികം നമ്മൾ ചിന്തിക്കാവുന്നതിനേക്കാളും അപ്പുറത്തേക്കുള്ള ഒരു ഗ്രോത്ത് ക്രിപ്റ്റോ സ്പേസിൽ അല്ലെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസിലായാലും മറ്റ് ഓൾട്ട് കോയിൻ്റെ പ്രൈസിലായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. മുൻപുള്ള 2-3 വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു വളരെ വലിയ രീതിയിലുള്ള ഒരു അഡോപ്ഷനാണ് ക്രിപ്റ്റോ സ്പേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഡിഫൈ ഡെവലപ്പേഴ്സിൻ്റെ എണ്ണത്തിലായാലും ഡിഫൈ യൂസേഴ്സിൻ്റെ എണ്ണത്തിലായാലും
ഈ ഒരു മെറ്റാവേഴ്സ് അല്ലെങ്കിൽ ക്രിപ്റ്റോ സ്പേസിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ലാർജസ്റ്റ് കമ്പനികളുടെ കാര്യത്തിലായാലും വളരെ വലിയ ഒരു അഡോപ്ഷനാണ് ക്രിപ്റ്റോ സ്പേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഈ ഒരു ബിയർ മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ എല്ലാവരും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ഈ ഒരു ടൈമിൽ നടത്താനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നല്ല പ്രോഫിറ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ വരും മാസങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ ഒരിക്കലും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.